നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ യോഗാ ദിനം ആചരിച്ചു. CBM കൈപ്പമംഗലം കൊപ്രകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു. ചന്ദ്രാപിന്നി കണ്ണപ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ അഷറഫ് അമ്പയിൽ പുസ്തകങ്ങൾ സ്കൂൾ ലീഡർ അമിത് കൃഷ്ണയ്ക്ക് നൽകി വായനാ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ബിന്ദു പേരാത്ത്, അധ്യാപകൻ സുജയ് PN, ട്രസ്റ്റ് സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവൻ, PTA പ്രസിഡന്റ് സുനിത ജയരാജ്, നിഹാരിക PB, പോൾ പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം എന്നിവർ പ്രസംഗിച്ചു. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ യോഗാ ദിനം ആചരിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡോക്ടർ ശ്രേയ സത്യൻ യോഗ സന്ദേശവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഗാർഡിയൻ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൗകബ് ഖാലിദ് സ്ത്രീകൾക്ക് കൗൺസിലിംഗ് ക്ലാസ് നടത്തി. ഗാർഡിയൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ വിനി സുധീർ, മാനേജ്മെന്റ് പ്രതിനിധി ഷുക്കൂർ, കൂട്ടായ്മ സെക്രട്ടറി KR സത്യൻ, ചെയർമാൻ സക്കീർ ഹുസൈൻ, താജുദ്ദീൻ, അബ്ദുൽ കരീം, വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ്, സെക്രട്ടറി തജ്രി റഹീം, ചെയർപേഴ്സൺ റസിയ സലാം, ഷാഹിന സക്കീർ, ഉഷ വിശ്വനാഥൻ, ഷെർലി രാജൻ, ആശാ വർക്കർ ഷൈല ദാസൻ എന്നിവർ സംസാരിച്ചു. ഒരു 2-3 സ്ട്രെച്ചിങ് കൂടെ ചെയ്തിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. എല്ലാ ആളുകളെയും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മളുള്ളവരുണ്ടാകാം, ഇരിക്കാൻ പറ്റാത്തവരുണ്ടാകാം, അവരൊക്കെ ഇതിലേക്ക് പങ്കെടുക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആരോഗ്യകരമായ ഹെൽത്ത് ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഈ ക്ലാസ് സ്നേഹ എന്ന് പറയുന്നത് അറിയാലോ, ചേട്ടന്റെ തന്നെ വലിയൊരു സന്തോഷം കാറ്റാണ് പഠിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ അത് ഉപകരിക്കുകയും അതിന്റെ കാര്യങ്ങളിൽ പങ്കുവെക്കുന്നത്. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങൾ ഇന്ന് തുടങ്ങണം. പ്രായം എന്ന് നോക്കാതെ നാം എല്ലാവരും അതിൽ അണിചേരണം, അതിൽ നിന്ന് നമ്പർ കൊടുക്കണം, പേര് കൊടുക്കണം. നമുക്ക് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിലൊരു സ്റ്റുഡന്റ്, ഒരു അധ്യാപകൻ സ്റ്റുഡന്റ് എന്ന പോലെ അത് മുന്നോട്ട് നയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CBM കൈപ്പമംഗലം കൊപ്രകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. CBM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. KK വത്സരാജ് MLA മുഖ്യാതിഥിയായി. MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, TV സുരേഷ് ബാബു, KG കൃഷ്ണകുമാർ, റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഷബീബ്, കുട്ടി ഗഫൂർ, ഹിസാം, സുൽഫിഗർ, സുജിന്ദ്, ഷീന രഞ്ജിത്ത്, സൗമ്യ രാജേഷ്, VS സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. വലിയൊരു അംഗീകാരമാണ് SSLCയിലും +2ലും ഒക്കെ വിജയിച്ച കുട്ടികളെ ഇവിടെ ആദരിക്കുന്നു. അവരുടെ ജീവിത വീതിയിൽ ഒരുപാട് ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കുള്ള വലിയ പ്രോത്സാഹനമാണ് ഓരോ അംഗീകാരവും. പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ
ഞാനൊരു MLA ആയിട്ട് 10-15 വർഷം പ്രവർത്തിച്ചു. അപ്പോൾ പല വേദികളിൽ കുട്ടികളെ ആദരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ചില വേദികളിൽ കണ്ടുമുട്ടുമ്പോൾ അവരിൽ പലരും പല തൊഴിൽ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർ പറയും, സാർ എനിക്കൊരു സമ്മാനം എന്ന സ്ഥലത്ത് വെച്ച് നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ സുജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻഷമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, രശ്മി ശ്രീജിത്ത്, ജിഷ ഉണ്ണി, സന്ധ്യ രവീന്ദ്രൻ, പ്രോഗ്രാം ഇൻസ്ട്രക്ടർ ES സൂര്യ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. శంకర హర హర శంకర జయ జయ శంకర దిగిరా శంకర ప్రకట శుభంకర ప్రళయ భయంకర దిగిరా శివ శివ శంకర హర హర శంకర జయ జయ శంకర దిగిరా శంకర ప్రకట శుభంకర ప్రళయ భయంకర దిగిరా ఓం పరమేశ్వర పర ఓం దిగిరేశ్వర ఓం జీవేశ్వర సదాకర ఓం శంకర జయ జయ శంకర దిగిరా శంకర ప్రకట శుభంకర ప్రళయ భయంకర దిగిరా ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വിദ്യാ അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ TR സുരേഷ് ലാൽ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് അംഗം സ്ലസ്നിൻ ദിനേശ്, വായനശാല പ്രസിഡന്റ് TN അജയകുമാർ, സെക്രട്ടറി MM പ്രതാപൻ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, KR ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ മാതാപിതാക്കളും കുടുംബവും അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാലയവും നൽകിയ എല്ലാ പിന്തുണയും അവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമൊക്കെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു പോയ കാലം അല്ലെങ്കിൽ പഴയ കാലം വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അത് ആ നിഷേധത്തിനെതിരൊക്കെ ആയി നടന്ന ധാരാളമായ ബഹുജന പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് എല്ലാ മനുഷ്യരും വിദ്യാഭ്യസിക്കാനുള്ള അവകാശമുണ്ട്, അതവൻ്റെ അവകാശമാണ് എന്ന രീതിയിൽ സാമൂഹികമായി തന്നെ അംഗീകരിക്കപ്പെടുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ്. നമ്മുടെ നാട്ടിലെ ചില വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗ്രാൻറ്റുകൾ നൽകി സർക്കാർ പരിശ്രമം നടത്തി. ദേശീയപാത കുറുമാലിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. കാലടിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. മഴയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിയുകയായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട്, എക്സൽ എടത്തുരുത്തി, വലപ്പാട് പഞ്ചായത്തുകളിലെ 82 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. മഴക്കോട്ടുകളുടെ വിതരണോദ്ഘാടനം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിന്നു, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ എന്നിവർ നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. പ്രസിഡന്റ് ലയൺ MJF സുഗുണൻ കൊട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു.
പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജോർജ് ഡി ദാസ്, എടത്തിരുത്തി പഞ്ചായത്ത് മെമ്പർ ഷനിത ലെനിൻ, ലയൺ ആനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധന വില വർധനവിനെതിരെ മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അസീസ് തണ്ണിപ്പാടം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷനായി. നേതാക്കളായ CA ജലീൽ, KM നിഷാദ്, TK ഉബൈദ്, മൻസൂർ അന്താറത്തറ, KK സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം കേവലം ഒരു ശബ്ദ കോലാഹലമല്ല, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപാടുപെടുന്ന സാധാരണക്കാരനായ കർഷക തൊഴിലാളിയുടെ, മത്സ്യത്തൊഴിലാളിയുടെ, വീട്ടമ്മമാരുടെ ജീവിത ദുരിതങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുത്ത ഒരു ജനാധിപത്യ ദൗത്യമാണ് ഈ പ്രതിഷേധ ധർണ. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ MPTA പ്രസിഡന്റ് വിൻസിമോൾ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും കമ്മ്യൂണിറ്റി റിലേഷൻസ് ഓഫീസറുമായ സൈഹുദ്ദീൻ PK ക്ലാസ് നയിച്ചു. ഹെഡ്മിസ്ട്രസ് രാഗി, PTA, MPTA അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ജോഫ് ടോമാഷ് ചടങ്ങിന് നന്ദി അറിയിച്ചു. അപ്പൊ അവനാന്റെ കാര്യം മാത്രം പഠിക്കണ കാര്യത്തിൽ നോക്കണം, ബാക്കിയുള്ള കാര്യത്തിൽ അങ്ങനെ നോക്കാൻ പാടില്ല അല്ലേ? വീട്ടിൽ നിന്ന് മുട്ട പുഴുങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ ഒറ്റക്കല്ലേ വിഴുങ്ങ? അപ്പൊ മറ്റേ ഒരു മുട്ട എത്ര പേർക്ക് കൊടുക്കാനാണ്? നിങ്ങൾ ആ പട്ടീസിനല്ലേ കൊടുക്കുള്ളൂ, ബാക്കിയായിരിക്കും കൊടുക്കോ? ഇല്ല. ആ മലയാളത്തിൽ എന്ത് പറയും? വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളതിനൊന്നും അർത്ഥമില്ല അല്ലേ? ആഗ്രഹം വേണം. വിദ്യ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ക്ലാസ്സിലെ പെൺകുട്ടി എല്ലാവർക്കും ഉദ്ദേശിച്ചു. പോക്കറ്റിൽ വെക്കും. പോക്കറ്റില് വേറെ കൊടയില്ല. അവൻ വല്ല മിഠായിയൊക്കെ മേടിച്ചു മേടിച്ച് തിന്നാന്നല്ലാണ്ട് ബാക്കിയുള്ള കാര്യം തന്നെ വെച്ചിട്ട് ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നുക. ആ ഇഷ്ടം എന്ന് പറഞ്ഞാല് എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്, മാന്തി അത് വാങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. പറപ്പൂക്കരയിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വയോധിക പിക്കപ്പ് വാനിടിച്ച് മരിച്ചു. പറപ്പൂക്കര സ്വദേശി മേലേവട്ടത്തിൽ ഗോപിനാഥന്റെ ഭാര്യ 62 വയസ്സുള്ള കുമാരിയാണ് മരിച്ചത്. പരിക്കേറ്റ ഗോപിനാഥനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുമാരിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരത്താക്കരയിൽ വിവാഹ നിശ്ചയത്തിന് പോയി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വീട്ടിലേക്ക് തിരിക്കുന്നതിനിടെ പുറകിലൂടെ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ പിക്കപ്പ് വാൻ നാട്ടുകാർ പിന്തുടർന്നാണ് പിടികൂടിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാള തെക്കൻ താണിശ്ശേരിയിൽ കാണാതായ ആളുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പഞ്ഞിക്കാരൻ വീട്ടിൽ 63 വയസ്സുള്ള പൗലോസാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇയാളെ കാണാതായത്. വീടിന് സമീപം ബന്ധുവിന്റെ പേരിലുള്ള സ്ഥലത്തിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം സുരേഷിന്റെ വീടിനു മുകളിൽ തെങ്ങ് വീണുണ്ടായത് കനത്ത നഷ്ടം. അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് സുരേഷിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. തന്റെ പഴയ വീടിനു മുകളിൽ അപകടകരമായി നിൽക്കുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ചേർപ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മഴയും കാറ്റും കാരണം തെങ്ങ് വീണ് വീടിന് സാരമായ നാശനഷ്ടം സംഭവിക്കുകയായിരുന്നു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വിരിഞ്ഞ് ഏതാനും ദിവസം മാത്രമായ പാമ്പിനെയാണ് പിടികൂടിയത്. പത്തി വിടർത്തി ആക്രമിക്കാൻ ശ്രമിച്ച പാമ്പിനെ കണ്ട് താമസക്കാർ പരിഭ്രാന്തരായി. തുടർന്ന് ദേവസ്വം അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരക്കൽ വീട്ടിൽ മെയ്ജോയുടെ മകൻ 14 വയസ്സുള്ള ഏഞ്ചലോ ആണ് മരിച്ചത്. പൊള്ളലേറ്റ കുട്ടിയെ ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഏഞ്ചലോ. തൃശൂർ DCC ഓഫീസിൽ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്തയാളെ നിയമിച്ചു എന്നാരോപിച്ചാണ് DCC ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 1 മണിക്കൂറോളം പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. ബൈക്ക് തകർക്കുകയും വൈദ്യുതി മീറ്റർ ബോർഡ് അടിച്ചിടുകയും ചെയ്തു. വഞ്ചിക്കടവ് ഉന്നതിയിൽ ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. ഇടയാനത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലേക്കാണ് ആന എത്തിയത്. ഇയാളുടെ മകന്റെ കല്യാണത്തിന് ശേഷമുള്ള വിരുന്ന് സൽക്കാരമായിരുന്നു ഞായറാഴ്ച. ഇതിനെത്തിയ ബന്ധുക്കളും മറ്റും മുറ്റത്തും റോഡരികിലും സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആനയുടെ വരവ്. ആളുകൾ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. മധുവിന്റെ മകൻ മിഥുന്റെ ബൈക്കാണ് ആക്രമിച്ചത്. തുടർന്ന് സമീപത്തെ വൈദ്യുതി വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡ് തകർത്തിടുകയും ചെയ്തു. ആന പിന്നീട് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കടന്നുപോയി. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവുനായയുടെ കടിയേറ്റു. മലപ്പുറം സ്വദേശി നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ ബാലനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തോളമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്. സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. വലതു ചെവിയിലാണ് കടിയേറ്റത്. നാട്ടുകാരും ടെമ്പിൾ പോലീസും ചേർന്ന് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തൂർ ചെറുകുന്ന് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെട്ടുകാട് സ്വദേശിനിയായ യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. നാട്ടുകാരാണ് യുവതിയെ പുറത്തെടുത്തത്. പുത്തൂരിൽ മലഞ്ചരക്ക് കടകളിൽ മോഷണം. ചന്ദ്രന്റെ കടയിൽ നിന്ന് ജാതിപത്രിയും ഈനാശുവിന്റെ കടയിൽ നിന്ന് കുരുമുളകുമാണ് നഷ്ടപ്പെട്ടത്. കടയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര ചന്ദ്രന്റെ കടയുടെ മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിൽ തെങ്ങിൻ തോട്ടം വൃത്തിയാക്കുന്നതിനിടെ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. രാവിലെയായിരുന്നു സംഭവം. നെന്മിനി കരുവൻപടി മംഗലത്തിൽ ലീലാധരന്റെ വീട്ടിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു അദ്ദേഹം. ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ യോഗാ ദിനം ആചരിച്ചു. CBM കൈപ്പമംഗലം കൊപ്രകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു. ചന്ദ്രാപിന്നി കണ്ണപ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.